അപ്പോൾ ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് IELTS. ഈ എക്സാം ഞാൻ സ്വയം എഴുതി എനിക്കതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളത് കാരണമാട്ടോ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ബേസിക്കലി 2 തരത്തിലുള്ള എക്സാമാണ് ഉള്ളത്. ഒന്ന് ജനറലും ഒന്ന് അക്കാദമിക്കും. ജനറൽ എക്സാം നമ്മൾ സാധാരണ മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എഴുതുന്നത്. അക്കാദമിക്കും പൊതുവെ സ്റ്റുഡൻസാണ് എഴുതുന്നത്. അപ്പോൾ ഈ ജനറലും അക്കാദമിക്കും ബേസിക്കായിട്ട് 4 കാര്യങ്ങളാണ് ഉള്ളത്: ലിസണിങ്, റീഡിങ്, സ്പീക്കിങ് ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ ലിസണിങ്ങും സ്പീക്കിങ്ങും സെയിമാണ് ജനറലുകാർക്കും അക്കാദമിക്കുകാർക്കും. റീഡിങ്ങിലും റൈറ്റിങ്ങിലുമാണ് ഡിഫറൻസ് ഉള്ളത്. ഈ ലിസണിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും ഒരു ദിവസം തന്നെയാണ് എക്സാം. സ്പീക്കിങ്ങിന് മാത്രം വേറൊരു ദിവസമാണ് എക്സാം കേട്ടോ. അപ്പോൾ ഇതാണ് ഈ 2 എക്സാമും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എനിക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടതായതുകൊണ്ട് ഞാൻ ജനറലാണ് ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ റീഡിങ്ങിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അക്കാദമിക്കിൽ അതിൽ ഇച്ചിരിയും കൂടെ കട്ടി കൂടിയ വാക്കുകൾ, കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കാരണം കുട്ടികൾ പഠിക്കാനാണല്ലോ പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൂടുതലും കട്ടിയുള്ള വാക്കുകളായിരിക്കുമല്ലോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ. ജനറലുകാർക്ക് അതേസമയം പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, ജനറലായിട്ടുള്ള ഈ നോട്ടീസ്, അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെയൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. പിന്നെ ഒരു ഫ്രേസ് മാത്രം അക്കാദമിക് ലെവലിലുള്ളത് വരും കേട്ടോ. അപ്പോൾ അക്കാദമിക് നമ്മളത് നോക്കേണ്ടതാണ്, ഈവൻ ജനറൽ ആണെങ്കിൽ പോലും. പിന്നെ റൈറ്റിങ്ങിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ജനറലുകാർക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലെറ്റർ ആയിരിക്കും. അത് ഇൻഫോർമൽ ആവാം, ഫോർമൽ ആവാം, സെമി ഫോർമൽ ആവാം. പിന്നെ എസ്സേ അതൊരു ടോപ്പിക്ക് തരും. അപ്പോൾ പല ഒപ്പീനിയൻ എസ്സേ, ഒപ്പീനിയൻ, ഡിസ്കഷൻ, അങ്ങനെ ഡിസഡ്വാൻറ്റേജ്, അഡ്വാൻറ്റേജ്, അങ്ങനെ പലതരത്തിലുള്ള എസ്സേകളും ഉണ്ട് കേട്ടോ. പക്ഷേ അക്കാദമിക്കുകാർക്ക് ഒരു ഗ്രാഫോ ചാർട്ടോ ടേബിളോ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതും പിന്നെ ഒരു എസ്സേയുടെ ക്വസ്റ്റ്യനുമാണ് ഉള്ളത്. അതാണ് ഈ 2 എക്സാമും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. പിന്നെ ഞാൻ വർക്കിംഗ് ആയ സമയത്താണ് ഞാൻ എൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. ഞാൻ അപ്പോൾ ഓപ്റ്റ് ചെയ്തത് ഓൺലൈൻ ക്ലാസ്സാണ്. എൻ്റെ ഓൺലൈൻ ക്ലാസ് 8 മണി തൊട്ട് 9 മണി വരെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് മെയിൻ ഫോക്കസ് സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനുമായിരുന്നേ. റീഡിങ്ങും ലിസണിങ്ങും നമ്മൾ തന്നെയാണ് ചെയ്തത്. അപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ളവർ ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ അവധിയൊക്കെ എടുത്ത് അങ്ങനെ എടുക്കാത്തത് കൊണ്ടായിരിക്കും എനിക്ക്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വർക്കിംഗ് ആയിരിക്കുമ്പോൾ തന്നെ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് കാരണം ഓൺലൈൻ ക്ലാസ്സിൽ പോണവർക്കാണ് കൂടുതൽ മാർക്ക് കിട്ടുന്നത്, അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. നമ്മൾ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ IELTS തുടങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ ഈ റീഡിങ്ങും ലിസണിങ്ങും അങ്ങനെ ടാസ്കിലോട്ട് കടക്കാതെ ആദ്യമേ നമ്മളൊരു ബേസിക് കാര്യം നോക്കണം. അത് ഗ്രാമറാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ച ഗ്രാമറൊക്കെ വർക്കിംഗ് ആയിട്ടുള്ളവരൊക്കെ മറന്നിട്ടുണ്ടാവാം. പിള്ളേരാണെങ്കിലും +2, +1 പഠിച്ച ഗ്രാമർ മറന്ന് തുടങ്ങുന്ന സമയം, കാരണം അവധിയൊക്കെ ആയിട്ടിരിക്കുമല്ലേ. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ ഗ്രാമറിനെ പൊടിതട്ടിയെടുക്കണം. അപ്പോൾ അതിനകത്ത് ഈ ആർട്ടിക്കിൾസിനെ കുറിച്ചും, നൗൺ, പ്രോനൗൺ, അഡ്വേർബ്, പ്രപ്പോസിഷൻ, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ മറന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് ആദ്യമേ നമ്മളതിനെക്കുറിച്ചൊന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഹെൽപ്പ് കിട്ടും. അപ്പോൾ ആദ്യമേ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ഗ്രാമറാണ് മെയിൻലി ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഓരോരോ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഓരോരോ ടെസ്റ്റുകളൊക്കെ ഇതിനിടയ്ക്ക് നടത്തും. അതിൻ്റെ ആട്ടോ ഈ ശരിയോ തെറ്റൊക്കെ ഇട്ടേക്കുന്നത്. പിന്നെ പ്രോനൗൺസിനെ കുറിച്ച്, ഈ പേഴ്സണൽ പ്രോനൗൺസ്, അതൊക്കെ ഒത്തിരി നമുക്ക് അതുവരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോഴുണ്ടല്ലോ നമുക്ക് പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഇത് പ്രപ്പോസിഷൻസ് വെച്ച് സെൻറ്റൻസ് ഫോം ചെയ്യാൻ പറഞ്ഞപ്പോഴേ ഞാൻ ആദ്യമൊക്കെ വളരെ നല്ല കുട്ടിയായത് കാരണം കുറച്ചൊക്കെ എഴുതി. പിന്നെ മടി കാരണം എഴുതാതെ പോയതാ. ഈ പ്രപ്പോസിഷൻസ് അറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മൾക്ക് ഇതും കൊണ്ട് എങ്ങനെ സെൻറ്റൻസ് ഫോം ചെയ്യാം എന്ന് നമ്മൾ പഠിക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ. ഈ IELTS വേർഡ്സ് ഒത്തിരി അറിഞ്ഞിട്ട് കാര്യമില്ല. ആ വേർഡ്സ് പ്രോപ്പറായിട്ട് ഏത് സെൻറ്റൻസിലാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിലാണ്
നമുക്ക് അഡ്വാൻറ്റേജ് കേട്ടോ. പിന്നെ നമ്മൾ ഈ കോർഡിനേറ്റിംഗ് കൺജക്ഷൻസ്, അത് ഞങ്ങളുടെ ട്യൂട്ടർ വളരെ രസമായിട്ട് പറഞ്ഞു തന്ന ഫാൻ ബോയ്സ്, ഫോർ ആൻഡ് നോർ ബട്ട് ഓർ എച്ച്, ഇത് ഓർത്തിരിക്കാനാ. ഇതൊരു സെന്റൻസിനെ നമുക്ക് യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില വേർഡ്സ് ആണ്. അപ്പൊ ഞങ്ങളുടെ ട്യൂട്ടർ വളരെ രസമായിട്ട് ഇത് പറഞ്ഞു തന്നത് കാരണം എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആർക്കെങ്കിലും ഇത് ഓർത്തിരിക്കണമെങ്കിൽ അതൊരു നല്ലൊരു എളുപ്പവഴിയാണ് കേട്ടോ. ഇത് നമ്മൾ ടെൻസസ് യൂസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് എളുപ്പത്തിന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നേക്കുന്ന ഒരു ടേബിളാണ്. ഈ ടേബിളിൽ വായിച്ചു നോക്കിയാൽ സിമ്പിൾ പ്രസന്റ് ടെൻസിലൊക്കെ എങ്ങനെയാണ് ഒരു സെന്റൻസ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. ING ഫോം ആണെങ്കിലും സിമ്പിൾ ആണെങ്കിലും കണ്ടിന്യൂസ് ആണെങ്കിലും എങ്ങനെ ഏതൊക്കെ വേർഡ്സ് ഏതൊക്കെ വേർബാണ് അതിൽ വരുന്നതെന്ന് ഒക്കെ കാണിച്ചു തരുന്ന ഒരു ടേബിള്. അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇത് പോസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ഇത് റീഡിങ്ങിനെ കുറിച്ച് ഞാൻ IELTS അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ ആട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആണ് അവർ കൂടുതലും ഞങ്ങളെ പഠിപ്പിച്ചത്. റീഡിങ്ങും ലിസണിങ്ങും ഞങ്ങൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ ഞാൻ ഹെൽപ്പ് കിട്ടിയ ഒരു യൂട്യൂബ് ചാനലിന്റെ പേരാണ് IELTS അഡ്വാൻറ്റേജ്. അപ്പൊ അതിൽ നിന്ന് ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ആട്ടോ ഇത്. അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ പഠിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ, നല്ല അടിപൊളി വേ ആണെങ്കിൽ അവിടെ പോയി പഠിക്കുക. അതല്ലാതെ വേണമെങ്കിൽ ലൈബ്രറിയിൽ ഞാൻ പറയണമെങ്കിൽ കമന്റ് ഇടണം. പിന്നെ ഇതിന്റെ ഫസ്റ്റ് റീഡിംഗ് ടെസ്റ്റ് ഞാൻ തന്നെ വിലയിരുത്തി ബാഡ്. പിന്നെ ഞാൻ ഒത്തിരി പ്രാക്ടീസ് ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ നന്നായിട്ട് ഒരു 30-35 അതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒത്തിരി റീഡിങ്ങും ആണെങ്കിലും ലിസണിങ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പരീക്ഷ എഴുതിയത്. എൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ തന്നെ കിട്ടുന്നത്. എനിക്ക് 2-3 പ്രാവശ്യം പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ചിന്താഗതിയുള്ള ഒരാളാട്ടോ ഞാൻ. അപ്പൊ അത് കാരണം ഞാൻ ഒത്തിരി ചെയ്തു. ഇത് ഞാൻ ചെയ്ത ഒരു തെറ്റാ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ഞാൻ ഈ ക്വസ്റ്റ്യൻ മൊത്തം വായിച്ചിട്ട് ABCD എന്ന് എഴുതി വെച്ചു. പക്ഷെ ഇതിന്റെ റൈറ്റ് ആൻസർ 1, 3 അപ്പറയുള്ള റോമൻ നമ്പേഴ്സ് ആയിരുന്നു. അങ്ങനെ എഴുതുമ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ 9 ക്വസ്റ്റ്യനും തെറ്റിപ്പോയി. നമ്മുടെ ആൻസർ ഷീറ്റിൽ ഈ ABCD ഇട്ട് കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ ആൻസേഴ്സും ഒക്കെ തെറ്റായി പോകും. നമ്മുടെ സ്കോർ അങ്ങനെ 9 എണ്ണം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ ഓർത്ത് നോക്കി ഒത്തിരി മാറി പോകത്തില്ലേ. അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതെന്റെ ലിസണിങ് ടെസ്റ്റിനാണ്. ലിസണിങ് ചെയ്യുന്നവർക്ക് എളുപ്പമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ലിസണിങ് ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മളുടെ നോർമൽ സ്പീഡ് അല്ലാണ്ട് ഒരു ലെവല് സ്പീഡ് കൂട്ടിയിട്ട് കേട്ട് നോക്കണം. അങ്ങനെയാണെങ്കിൽ സ്പീഡായിരിക്കും ആദ്യമൊക്കെ ഇച്ചിരി പാടായിരിക്കും, പക്ഷേ അത് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും എക്സാമിന്. പിന്നെ ഈ ലിസണിങ്ങിന്റെ പ്രാക്ടീസിന് വേണ്ടിയാണ് നമ്മളോട് പോഡ്കാസ്റ്റ് കേൾക്കണം, ഇംഗ്ലീഷ് ഇന്റർവ്യൂസ് കേൾക്കണം എന്ന് പറഞ്ഞത്. ഇത് എന്തിനാ കേൾക്കണം എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ കേൾക്കാനല്ല, നമ്മുടെ കോൺസെൻട്രേഷൻ കൂടാൻ വേണ്ടി അത് കേൾക്കണം എന്ന് പറയുന്നത്. അപ്പം അത് കാരണം ഈ നമ്മളെ മെയിൻ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ സ്പീഡ് കൂട്ടി ലിസണിങ് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. കാരണം പരീക്ഷയ്ക്ക് അത്ര നോർമൽ സ്പീഡിലേ എടുത്തുള്ളൂ, ഇത്ര സ്പീഡൊന്നും കാണത്തില്ല. പക്ഷെ നമ്മൾ സ്പീഡ് കേട്ട് നമ്മൾ അതിനെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, എൻ്റെ സ്കോർ 34, 28 വെരി ബാഡ് എന്നൊക്കെ ഞാൻ ഇട്ടിട്ടില്ലേ. പക്ഷെ എൻ്റെ IELTSന്റെ എക്സാമിന് ഞാൻ പൈസ കൊടുത്ത് പഠിച്ച ലിസണിങ് റൈറ്റിങ്ങിന്റെ നമ്മുടെ സ്പീക്കിങ്ങിനേക്കാളും കൂടുതൽ എനിക്ക് മാർക്ക് കിട്ടിയത് ലിസണിങ്ങിനും റീഡിങ്ങിനുമാണ്. എനിക്ക് റീഡിങ്ങിന് ഫുൾ സ്കോർ ഉണ്ടായിരുന്നു. ലിസണിങ്ങിന് എനിക്ക് ഒരു പോയിന്റിന് 8.5 സ്കോർ ഉണ്ടായിരുന്നു. ഒരു പോയിന്റിന്. അതിന്റെ ഉത്തരം എനിക്ക് മനസ്സിൽ തന്നെ ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ തെറ്റിച്ച് എഴുതിയെന്ന് എനിക്ക് അറിഞ്ഞപ്പോൾ തന്നെ അറിയാമായിരുന്നു. അപ്പോൾ അത് കാരണം ഒത്തിരി പ്രാക്ടീസ് ചെയ്തു. മൊത്തം ഞാൻ പ്രാക്ടീസ് ചെയ്തതാണ്. എനിക്ക് അക്കാദമിക് ജനറൽ ഞാൻ അങ്ങനെ ആദ്യമൊന്നും വ്യത്യാസം അല്ലാണ്ടാണ് ചെയ്തത്. പിന്നെ ഇതെന്റെ റൈറ്റിംഗ് ടാസ്ക് 1 ആട്ടോ. റൈറ്റിംഗ് ടാസ്ക് 1 ഞാൻ മുകളിൽ സമയവും പിന്നെ വേർഡ്സിന്റെ എണ്ണവും എഴുതി വെക്കാറുണ്ട്. ഇത് എന്നിട്ട് നമ്മൾ ട്യൂട്ടറിന് അയച്ചു കൊടുത്തു. ട്യൂട്ടറാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഞാനിപ്പോൾ പെൻസിലിൽ തന്നെ, ഇപ്പൊ പെന്നിലോട്ട് മാറി, റൂള് മാറിയിട്ടുണ്ട്. ഞാൻ എഴുതിയ സമയത്ത് പെൻസിലായിരുന്നു. അപ്പോൾ ഞാൻ ഈ
ടീച്ചർ കറക്റ്റ് ചെയ്തു തരുന്ന സാധനം അപ്പം തന്നെ പേനയും കൊണ്ട് ശരിയാക്കി വെക്കും. ഇതെന്തിനാണെന്ന് നമുക്ക് പിന്നെ പരീക്ഷയ്ക്ക് മുന്നേ ഇതൊന്ന് മറച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കും. അപ്പൊ നമ്മളെ അതൊന്നൂടെ വിജിലന്റ് ആക്കും അങ്ങനെ ചെയ്യരുതെന്നുള്ളത്. അപ്പൊ ഞാൻ റൈറ്റിംഗ് ടാസ്ക് ഒക്കെ നന്നായിട്ട് ആദ്യം തൊട്ട് തന്നെ നമ്മൾ എല്ലാ ഫോമാറ്റും നന്നായിട്ട് എഴുതണം. എന്നാലാണ് നമുക്ക് പരീക്ഷയ്ക്കും അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ കൊള്ളില്ലാണ്ട് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പൊട്ടത്തരം പരീക്ഷയ്ക്കും കൊണ്ടുപോയി എഴുതും. അത് കാരണം ആദ്യം തൊട്ടേ നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും ആ ടൈം പീരീഡിനുള്ളിൽ തന്നെ ആ വേർഡ് ലിമിറ്റ്സ് വെച്ച് എഴുതാൻ പഠിക്കണം കേട്ടോ. പിന്നെ ഈ ഫോമലും ഇൻഫോമലും സെമി ഫോമലും തിരിച്ചറിയാനാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. ഒത്തിരി തെറ്റുകളുണ്ട്. ആദ്യമൊക്കെ ഒത്തിരി തെറ്റ് വരും, പിന്നെ അതൊക്കെ വന്നോളും. ഇത് ഞാൻ റൈറ്റിംഗ് ടാസ്ക് 1 വേണ്ടി ഉണ്ടാക്കിയൊരു നോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് ഫോമലും ഇൻഫോമലും സെമി ഫോമലും എങ്ങനെയാണ് എഴുതേണ്ടത്, അതിൻ്റെ ഫോമാറ്റ്, അതിൻ്റെ ചെറിയ ചെറിയ പ്രസൻറ്റ് ചെയ്യാവുന്ന സെൻറ്റൻസ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു നോട്ടാണ്. അപ്പോൾ ഇതും ഒത്തിരി ഹെൽപ്പ് ചെയ്യും നമുക്ക് ഒരു ഐഡിയ ഇല്ലയെന്നുണ്ടെങ്കിൽ. കാരണം നമ്മൾ സ്കൂളിൽ പഠിച്ചതുപോലെയൊന്നും അല്ല IELTS പ്രിപ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പം അതിന് വേണ്ടിയുള്ള ഒരു ചെറിയ നോട്ടാണിത്. അപ്പോൾ ഇതിനകത്ത് BP എന്ന് പറഞ്ഞാൽ ബോഡി പാരഗ്രാഫ് 1 2 3, അതായത് സെൻറ്റൻസ് തിരിച്ചെഴുതുന്നതിനെയാണ് ഈ ബോഡി പാരഗ്രാഫ് എന്ന് എഴുതിയേക്കുന്നത് കേട്ടോ. പിന്നെ ഫോർമൽ ലെറ്റർ അറിയാലോ, എല്ലാം ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഫോംസ് യൂസ് ചെയ്യണം. ഇച്ചിരി നല്ല ഫോർമൽ വേർഡ്സ് വേണം യൂസ് ചെയ്യാൻ. ആ സൈഡിൽ ഞാൻ അതിൻ്റെ എക്സാമ്പിൾ എഴുതിയിട്ടിട്ടുണ്ട്. പിന്നെ ഈ ലെറ്റർ എഴുതുമ്പോൾ ഈ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി നെയിം, ഫസ്റ്റിലത്തെ ഗ്രീറ്റിങ്, അതിനൊക്കെ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഇത് എല്ലാം ഒന്ന് നോക്കിക്കൊള്ളണേ. ഇതിൻ്റെ ടാസ്ക് 2 ആണ്. ഇതിലും സെയിം തന്നെ ബോഡി പാരഗ്രാഫൊക്കെ തിരിച്ച് എത്ര വേർഡ്സ് ഉണ്ടെന്ന് നോക്കി ഞാൻ ടൈമും കൂടെ നോക്കൂ കേട്ടോ. ഞാൻ എത്ര ടൈമിനുള്ളിലാണ് ഇത് എഴുതി കഴിഞ്ഞ് എന്നുള്ളതൊക്കെ നോക്കും. അത് കഴിഞ്ഞ് ടീച്ചറിന് അയച്ചു കൊടുത്ത് ടീച്ചർ ചെയ്യുന്നതൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് തെറ്റുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തും. അത് തന്നെയാണ് പിന്നെ അത് കാരണം. പിന്നെ ഇത് ഇഡിയംസ്. ഈ സ്പീക്കിങ്ങിന് എല്ലാവരും പറയും ഇത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്കോർ കിട്ടുമെന്ന്. പക്ഷെ ഇത് ശരിയായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല, നമ്മുടെ സ്കോർ കുറഞ്ഞു പോകും. പിന്നെ ഈ ഇടയ്ക്ക് നമ്മൾ സംശയത്തോടെ പറഞ്ഞ അതൊന്നും പരീക്ഷയ്ക്ക് നമ്മളത് ചെയ്യരുത്. അപ്പം ഇതൊക്കെ അറിഞ്ഞിരിക്കുവാണെങ്കിൽ നല്ലതല്ലെന്നല്ല, ഇതൊക്കെ അറിഞ്ഞ് കറക്റ്റ് സ്ഥലത്ത് ഇത് പ്രയോഗിക്കാനും കൂടെ അറിയണം. അപ്പം ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ എക്സാമിന് ഇത് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ IELTS എക്സാം എന്ന് പറഞ്ഞ് നമ്മൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ സ്റ്റഡി ദിസ് 100 വേർഡ്സ് ഫുൾ മാർക്സ് ഒക്കെ പറഞ്ഞ് കുറേ മിഥ്യാധാരണകളുണ്ട്. പക്ഷേ ഈ വേർഡ്സ് അറിഞ്ഞിരിക്കണം. പക്ഷേ ഇതെങ്ങനെ, എവിടെ, ഏത് സെൻറ്റൻസിൽ ഏത് അഡ്ജക്റ്റീവും വേർബും അതിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തെ നൗണും എല്ലാ സംഭവവും ശരിയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ആ IELTS അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞുള്ള യൂട്യൂബ് ചാനലിൽ ഒരു ക്ലാസ് കണ്ടപ്പോഴാണ് നമ്മൾ സിമ്പിളായിട്ട് നോർമൽ കാര്യം പറഞ്ഞാൽ, സ്പീക്കിങ്ങിനാണേലും റൈറ്റിങ്ങിനാണേലും നമ്മൾ നോർമലായിട്ട് സിമ്പിൾ സെൻറ്റൻസ് ഫോം ചെയ്താലും നമുക്ക് നല്ല സ്കോർ കിട്ടും. പക്ഷെ കാര്യം എല്ലാ ഗ്രാമറും ഓക്കെ ആയിരിക്കണം, നമ്മൾ പറയുന്നതിലൊരു കാര്യം ഉണ്ടായിരിക്കണം. അല്ലാതെ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് കിട്ടുമെന്നുള്ളത് വെറുതെയാണ്. അത് നമ്മൾ നന്നായിട്ട് എല്ലാം സിമ്പിൾ വേർഡ്സ് എന്ന് ഞാൻ പറയില്ല കേട്ടോ, നല്ല വേർഡ്സ് യൂസ് ചെയ്യണം. പക്ഷേ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. ഞാനപ്പം എൻ്റെ റെഫറൻസിന് വേണ്ടി ഞാനൊരു ആ പേജിൽ നിന്ന് തന്നെ, ആ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ ഞാനൊരു 100 വേർഡ്സ് പഠിച്ചു. ആ വേർഡ്സിൻ്റെ എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ ആദ്യമേ ആ വേർഡ്, അതിൻ്റെ മീനിങ്, എന്താണ് അതിൻ്റെ സിനോണിംസ് പഠിച്ചു. ഞാനിവിടെ എക്സാമ്പിളിന് ചില എനിക്കറിയില്ലാത്ത വേർഡ്സോ എനിക്ക് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാൻ മേലാത്ത വേർഡ്സ് ആണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു സെൻറ്റൻസ് എക്സാമ്പിൾ പോലെ എഴുതി വെച്ചു, എനിക്ക് എക്സാമിൻ്റെ തലേദിവസമൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി. പിന്നെ ഈ സിനോണിംസ് നോക്കുമ്പോഴും ഞാൻ ആ സിനോണിംസ് എങ്ങനെയാണ് സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ടത് എന്ന് പഠിച്ചു. കാണാപ്പാഠം പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല.
ഒരു കാര്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇങ്ങനെ നമുക്കറിയത്തില്ല എന്ത് ക്വസ്റ്റ്യൻസാണ് വരാൻ പോകുന്നതെന്ന്. നമുക്കപ്പം ഒരു ബന്ധവും ഇല്ലാത്ത കാര്യമായിരിക്കും വന്നെ ഇതിൽ നിന്ന്. അപ്പം ഞാനിത് പഠിച്ചു അത് കാരണം എഴുതണം എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന സ്കോറും കൂടെ ഇല്ലാതായി പോകത്തേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറച്ച് വേർഡ്സൊക്കെ അറിഞ്ഞിരിക്കുന്നതെന്നല്ല, പക്ഷേ ആ വേർഡ്സ് എങ്ങനെ ഉപയോഗിക്കണമെന്നും കൂടെ നമ്മൾ പഠിക്കണം കേട്ടോ. ഈ മിറ്റിഗേറ്റ് ഞാൻ ഒത്തിരി ഉപയോഗിച്ചിട്ടുള്ളൊരു വേർഡാണ്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഞാൻ ആദ്യം നോക്കി, പക്ഷേ അതൊക്കെ ഞാൻ റൈറ്റിങ്ങിലാട്ടോ ഉപയോഗിച്ചിട്ടുള്ളൂ. സ്പീക്കിങ്ങിന് എനിക്ക് നല്ല ഉറപ്പുള്ള കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഈ സ്പീക്കിങ്ങിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസാണ്. ഈ ചില ഇംഗ്ലീഷുകാർ പറയണ ഇംഗ്ലീഷ് നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഗ്രാമറും കാണത്തില്ല, ഒന്നും കാണത്തില്ല. അത് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണതായിരിക്കും. നമ്മൾ മലയാളികൾ മാത്രം ഗ്രാമറോട് കൂടി ഇംഗ്ലീഷ് പറയണം, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ല എന്ന് പറയണവരുള്ളൂ. ഞാൻ നോർത്ത് ഇന്ത്യ പഠിച്ചപ്പോൾ എൻ്റെ ബാച്ച്മേറ്റ് ഒരു ഇറാനിയൻ പയ്യനുണ്ടായിരുന്നു. അവൻ ഇംഗ്ലീഷ് പറയണ കോൺഫിഡൻസ് ഉണ്ട്, അവനെല്ലാം അറിയാവുന്നത്. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവന് ഇന്നും ഇല്ല, ഈസും ഇല്ല, ഓണും ഇല്ല, മെയിൻ വാക്കുകളേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ബുദ്ധിയിൽ നിന്ന് തന്നെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് മനസ്സിലാക്കിയെടുക്കണം അവൻ ഇതാ പറയാൻ ഉദ്ദേശിക്കണേ എന്നുള്ളത്. അപ്പം സ്പീക്കിങ്ങിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറഞ്ഞു തരാനൊന്നുമില്ല. നമുക്ക് കോൺഫിഡൻ്റായിട്ട് പ്രസൻറ്റബിളായിട്ട് സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് പറഞ്ഞാലും മതി, നമുക്ക് സ്കോർ കിട്ടും. എനിക്ക് ഏറ്റവും സ്കോർ കുറവ് സ്പീക്കിങ്ങിനായിരുന്നു കേട്ടോ. കാരണം ഞാൻ ചോദിച്ചപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ പിള്ളേർ രണ്ടാമത്തെ തവണ എഴുതാനാണ് വന്നത്. അപ്പം അവർ പറഞ്ഞു, ഈ അമ്മച്ചിയാണെങ്കിൽ ഒരിക്കലും മാർക്ക് തരത്തില്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ അവർ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, അവരൊക്കെ നല്ല എക്സാമിനേഴ്സ് ആയിരിക്കും, നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ കേൾക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ വീഡിയോ കോൺഫറൻസ് ആയിരുന്നു. ഈ വീഡിയോ കോൺഫറൻസ് ഉള്ളപ്പം പോയിൻ്റ് കുറയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതും എനിക്ക് എൻ്റെ എക്സാം ഹാളിൽ ഉണ്ടായിരുന്ന ഒരു കൊച്ചു പറഞ്ഞു തന്നതാട്ടോ. അപ്പം അത് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രാക്ടീസാണ് മെയിൻ. പിന്നെ എന്നെ IELTS സഹായിച്ചത്, ഈ IELTSൻ്റെ ഒരു ബുക്ക്ലെറ്റ് നമുക്ക് എക്സാമിൻ്റെ ഡേറ്റ് കിട്ടിക്കഴിയുമ്പോൾ വരത്തില്ലേ, അതിനകത്തെ ഈ ലിസണിങ് റീഡിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഫോർമേഷൻ തരുന്ന ഇതുണ്ട്. അത് നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ടിപ്സ് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ IELTSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കുറേ വീഡിയോസ് ഉണ്ട്, അത് കാണുന്നത് നല്ലതാണ്. പിന്നെ യൂട്യൂബ് ചാനൽ എനിക്ക് സഹായമായതുകൊണ്ട് IELTS അഡ്വാൻറ്റേജ് നല്ലതാണ്, ലിസണിങ്ങിനാണെങ്കിലും റീഡിങ്ങിനാണെങ്കിലും. പിന്നെ പ്രാക്ടീസ്, ഇത് മൊത്തം ഞാൻ ചെയ്ത മെറ്റീരിയൽസ് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഞാൻ പഴയ വോളിയം തൊട്ട് ഇപ്പോഴത്തെ 90-20 അങ്ങനെ എല്ലാ വോളിയത്തിലും ഞാൻ ലിസണിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും ഞാൻ പറഞ്ഞൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ChatGPT എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും മീനിങ് അറിയത്തില്ലെങ്കിലും റൈറ്റിങ്ങിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ റൈറ്റിങ് ഫുള്ളിരുന്ന് ടൈപ്പ് ചെയ്യുമായിരുന്നു, എന്നിട്ട് അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പം ഞാൻ PT എഴുതണം എന്ന് ഓർത്തു, എനിക്ക് ഇത്രയും പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് അത്ര സ്പീഡില്ല കേട്ടോ ടൈപ്പ് ചെയ്യാൻ, അത് കാരണം IELTS കൊടുത്തത്. അപ്പോൾ ChatGPT ഒത്തിരി ഹെൽപ്പ് ചെയ്തു. എല്ലാത്തിനും ChatGPTയെ വിളിക്കുമ്പോൾ ഇതിനും നോക്കിക്കോ. പിന്നെ ഞാൻ എൻ്റെ സ്പീക്കിങ്ങും റെക്കോർഡ് ചെയ്തിങ്ങനെ അയക്കുമായിരുന്നു, എന്നിട്ട് അതിനെ ഒന്ന് ഇത് ചെയ്യാൻ പറയുമായിരുന്നു. വാല്യൂ എത്ര സ്കോർ കിട്ടും, ഭയങ്കര എൻകറേജ്മെൻറ്റും ആട്ടോ ChatGPT. അടിപൊളിയാണ് നീ എന്നൊക്കെ പറഞ്ഞുള്ളതാണ്. അപ്പോൾ ChatGPTയും കൂടെ യൂസ് ചെയ്യുക. ഇത് മൊത്തം ഞാനിങ്ങനെ യൂസ് ചെയ്ത എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാനിങ്ങനെ എൻ്റെ സ്കോറൊക്കെ എഴുതിയേക്കുന്നതുണ്ടോ. ആദ്യമൊക്കെ എനിക്ക് ഒത്തിരി കുറവായിരുന്നു, പ്രാക്ടീസ് ചെയ്താണ് എല്ലാം ശരിയായത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ചെറിയ ടിപ്സൊക്കെ നോക്കിയാൽ മതി. ഭയങ്കര കടുകട്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്യുക എന്നുള്ളതല്ല, നോർമൽ സിമ്പിൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുക. നമുക്ക് ഇംഗ്ലീഷ് അറിയാൻ വേണ്ടിയുള്ളൊരു പരീക്ഷയായിരിക്കും IELTS, അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇനി IELTS എഴുതാൻ പോകുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടുവാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ എനിക്ക് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അത് ഇലോബറേറ്റ് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞു തരും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും വീഡിയോസ് സ്പെസിഫിക് ആയിട്ട് ഇതിനെക്കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ചെയ്തു തരും. അപ്പം താങ്ക് യു ഗൈസ്.